ഖുർആൻ കിസ് സൂറ അൽ ജാസിയ ഭാഗം 3. 1. രാപ്പകലുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എങ്ങനെയെല്ലാമാണ്? ഒന്ന് മറ്റേതിന് പിറകെ വരുന്നു. ഒന്ന് പ്രകാശിക്കുന്നതും മറ്റേത് ഇരുൾ അടഞ്ഞതുമാകുന്നു. രാപ്പകലുകൾ ഏറിയും കുറഞ്ഞും വരുന്നു. 2. വമാ അൻസലല്ലാഹു മിനസ് സമായി മിൻ റിസ്ഖ്. അടിവരയിട്ട പദത്തിന്റെ ഉദ്ദേശമെന്ത്? റിസ്ഖ് എന്ന പദത്തിന്റെ ഉദ്ദേശം മഴ. 3. റിയാഹ് എന്ന പദത്തിന്റെ ഏകവചനമെന്ത്? റിയഹ്. റീഹ് കാറ്റ്. റീഹുൻ ജമ്മ് റിയാഹ്. 4. സൂറ അൽ ജാസിയയിലെ തുടക്കത്തിൽ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് ആർക്കെല്ലാമാണ് ദൃഷ്ടാന്തമുണ്ടെന്ന് സൂചിപ്പിക്കുന്നത്? ലിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്ക്. ലിഖൗമി യൂഖിനൂൻ ദൃഢവിശ്വാസം കൈക്കൊള്ളുന്നവർക്ക്. ലിഖൗമി യാഖിലൂൻ ബുദ്ധി ഉപയോഗിക്കുന്നവർക്ക്. 5. വിശ്വാസികൾക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറയുന്ന ആയത്തിൽ ഏതെല്ലാം ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്? ആകാശവും ഭൂമിയും. 6. ദൃഢവിശ്വാസം കൈക്കൊള്ളുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറയുന്ന ആയത്തിൽ ഏതെല്ലാം ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്? മനുഷ്യ സൃഷ്ടിപ്പിലും ജീവജാലങ്ങളെ വ്യാപിപ്പിച്ചതിലും. 7. ബുദ്ധി ഉപയോഗിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറയുന്ന ആയത്തിൽ ഏതെല്ലാം ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്? ഉത്തരം: രാവ്, പകൽ, മഴ, കാറ്റ്. 8. ഹദീസ് എന്ന പദത്തിന്റെ അർത്ഥം വൃത്താന്തം. 9. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ എന്ന പ്രയോഗം ഖുർആനിൽ എത്ര സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്? 5 സ്ഥലങ്ങളിൽ. സൂറ അൽ ബഖറ 164, ആല് ഇംറാൻ 190, യൂനുസ് 6, അൽ മുഅ്മിനൂൻ 80, അൽ ജാസിയ 5. 10. മഴയെ പരിചയപ്പെടുത്താൻ ഖുർആൻ റിസ്ഖ് എന്ന പദം പ്രയോഗിച്ചത് എന്തുകൊണ്ട്? എല്ലാ വിഭവങ്ങളും ലഭിക്കുന്നത് മഴയിൽ നിന്നായതുകൊണ്ട്. 11. അതുവഴി നിർജീവമായ ഭൂമിയെ അവൻ സജീവമാക്കുന്നു. ഏതുവഴി? മഴ മൂലം. 12. തസ്രീഫ് എന്ന പദത്തിന്റെ അർത്ഥം കറക്കം, നിയന്ത്രണം. 13. അഞ്ചാമത്തെ ആയത്തിൽ മൗത്തിഹ എന്ന പദം പ്രയോഗിച്ചത് എന്തിനെ കുറിച്ചാണ്? ഉത്തരം: ഭൂമിയെക്കുറിച്ച്. മൗത്തിഹ ഭൂമിയെക്കുറിച്ച്. ഇഖ്തിലാഫ് ലൈൽ വ നഹാർ ആണെങ്കിൽ തസ്രീഫ് എന്താണ്? ഇഖ്തിലാഫിൽ ലൈലി വൻ നഹാർ തസ്രീഫി റിയാഹ്. ഉത്തരം: റിയാഹ്. 15. ومن آياته يريكم البرق خوفا وطمعا وينزل من السماء ماء فيحيي به الأرض بعد موتها إن في ذلك لآيات لقوم يعقلون. നിങ്ങൾക്ക് പേടിയും പ്രതീക്ഷയും ഉണർത്തുന്ന മിന്നൽ പിണർ കാണിച്ചു തരുന്നതും മാനത്തുനിന്ന് വെള്ളമിറക്കിത്തന്ന് അതിലൂടെ ഭൂമിയെ അതിന്റെ മൃതാവസ്ഥയ്ക്ക് ശേഷം ജീവസുറ്റതാക്കുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങൾപ്പെട്ടവയാണ്. ചിന്തിക്കുന്ന ജനത്തിന് തീർച്ചയായും ഇതിൽ ഒട്ടേറെ തെളിവുകളുണ്ട്. ഏത് സൂറത്തിലാണ് ഈ ആയത്ത് ഉള്ളത്? സൂറ അർ-റൂം 24. 16. وَمِنْ آيَاتِهِ أَنْ يُرْسِلَ الرِّيَاحَ مُبَشِّرَاتٍ وَلِيُذِيقَكُمْ من
رحمته ولتجزي الفلك بأمره ولتبتغوا من فضله ولعلكم تشكرون. സന്തോഷസൂചകമായി കാറ്റുകളെ അയക്കുന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അവന്റെ അനുഗ്രഹം നിങ്ങളെ ആസ്വദിപ്പിക്കുക, അവന്റെ ഹിതാനുസൃതം കപ്പൽ സഞ്ചരിക്കുക, അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾക്ക് അന്നം തേടാൻ അവസരമുണ്ടാക്കുക, അങ്ങനെ നിങ്ങൾ നന്ദിയുള്ളവരായിത്തീരുക. ഇതിനെല്ലാം വേണ്ടിയാണത്. ഏത് സൂറത്തിലാണ് ഈ ആയത്ത് ഉള്ളത്? സൂറ അർ-റൂം 46. 17. വായുവിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? ഭൂമിയിൽ താപവിതരണത്തിലും സമുദ്രത്തിൽ പ്രവാഹങ്ങൾ സൃഷ്ടിക്കുന്നതിലും കടലിലെ ജലത്തെ ബാഷ്പീകരിക്കുന്നതിലും സസ്യങ്ങളിലെ പരാഗണത്തിലും കാറ്റിനെ അല്ലാഹു ഉപയോഗിക്കുന്നു. വിശ്വാസം ഏറ്റവും പൂർണ്ണത കൈവരിക്കുന്നത് എപ്പോഴാണ്? ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ. 19. വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാനാ. തങ്ങളുടെ നാഥന്റെ വചനങ്ങളിലൂടെ ഉത്ബോധനം നൽകിയാൽ ബധിരരും അന്ധരുമായി അതിന്മേൽ വീഴാത്തവരും. ഏത് സൂറത്തിലാണ് ഈ ആയത്ത് ഉള്ളത്? സൂറ അൽ ഫുർഖാൻ 73. 20. നാം നിനക്ക് ഓതിക്കേൾപ്പിക്കുന്നു. ഏത്? അള്ളാഹുവിന്റെ ആയാത്തുകളെ. അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി സ്വീകരിച്ച് ഇഹപരത്തിൽ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ.